നിയമത്തിൻ്റെ പൂർത്തീകരണം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണോ ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകും വരെ, സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണത്തിൽ ഏറ്റവും നിസ്സാരമെന്ന് ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെ ഫരിസ്യരുടെയും നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ സ്നേഹബഹുമാനമുള്ള ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനമുള്ള എല്ലാ ജില്ലയിലെ പിതാക്കന്മാരുമേ, എല്ലാവരും സഭ ഒന്നായിരിക്കണം. നമുക്ക് സ്നേഹമായിരിക്കണം. പിതാക്കന്മാർ ഒന്നായി സ്നേഹമായി സഭ ഒന്നായിരുന്നില്ല എങ്കിൽ നമുക്ക് ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരും. നമുക്കൊന്നായിരിക്കാം, നമുക്ക് ഒരുമിച്ച് നീങ്ങാം, ഒരുമിച്ച് ഓരോ ഇടപെടലുകളും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ, വിഷമങ്ങൾ ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് കൈ കൊടുക്കാം. എങ്കിലേ നമുക്ക് വിജയത്തിലോട്ട് നമുക്ക് നടന്നെടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. സഭ ഒന്നായിരുന്നാലേ നമുക്ക് എല്ലാ വിജയങ്ങളും നമുക്ക് നേടാൻ പറ്റുകയുള്ളൂ. ഒന്നായിരുന്നില്ല എങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റുകയില്ല. എൻ്റെ സ്നേഹ ബഹുമാനമുള്ള എല്ലാ ചില നാട്ടുകാരെ, എൻ്റെ പെൺമക്കളെ, എൻ്റെ ആമക്കളെ, എൻ്റെ സ്വരം കേൾക്കണ എല്ലാ മക്കളെയും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാനാണ് മക്കളെ പോണതെന്ന് വെച്ചാൽ പ്രാർത്ഥന. ഇത് പറഞ്ഞതല്ല, ഇനിയെല്ലാം നടക്കണം. അതിന് ഏറ്റവും അത്യാവശ്യമായത് എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥിച്ചാലേ എല്ലാ കാര്യവും നടക്കൂ. ദൈവമാണ് നമുക്ക് ഈ വചനത്തിൽ കൂടെ എല്ലാം ഇടപെട്ട് നമുക്ക് ദൈവമാണ് ഓരോ കാര്യവും നടത്തി തരണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥന അത്യാവശ്യമാണ് നമ്മളെ ജീവിതത്തിൽ. നിങ്ങളെല്ലാം വൈകുന്നേരം പ്രാർത്ഥിക്കണം. എല്ലാ മക്കളും ദൈവത്തിനെ ഹൃദയത്തിൽ മനസ്സിലേറ്റി, എല്ലാ യുവജനങ്ങളും, എൻ്റെ യുവജന മക്കൾ, പെൺമക്കൾ, ആമക്കൾ എല്ലാവരും എനിക്ക് സ്നേഹമാണ്. എല്ലാവരും എൻ്റെ ചെല്ലങ്ങളാണ്. എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വൈകുന്നേരം ദൈവത്തെ ഹൃദയത്തിൽ കൊണ്ടുവരണം. ദൈവം അത്രയ്ക്കും ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിൽ പീഡനങ്ങൾ അനുഭവിച്ച് മരിച്ച ഒരു ദൈവമുണ്ട്. അത് കഴിഞ്ഞ കാലത്തൊക്കെ പണ്ടേ നമ്മളിത് ബൈബിളിൽ കൂടി വായിക്കണ കഥ തന്നെ. ബൈബിളിൽ കൂടി ഇതൊക്കെ നടന്നു പോയ കഥ തന്നെ. അപ്പോൾ ബൈബിളിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലോട്ട് ഇത് ചിലപ്പം കടന്നു വരാറുണ്ട്. എൻ്റെ ചെല്ല മക്കളെ, അത് കൂടുതൽ വചനത്തിലോ എനിക്ക് വേണ്ടി വചനം സൃഷ്ടിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പം, എനിക്ക് വേണ്ടി ഒരു വൈദികൻ ജനിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മളെ കൂടുതൽ എനിക്ക് വേണ്ടി മാത്രമാണോ? അല്ല, എല്ലാ മക്കൾക്കും വേണ്ടി. പക്ഷേ ഹൃദയത്തിൽ വചനം വരുമ്പോൾ അത് എനിക്ക് വേണ്ടി ആയിപ്പോവും, അത് നിങ്ങൾക്ക് വേണ്ടി ആയിപ്പോവും. അങ്ങനെയൊക്കെയാണ് മക്കളെ. നമ്മളെ ഹൃദയത്തിൽ നമ്മളൊക്കെ വചനം ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടി എന്ന് പറയും. അങ്ങനെ ആവണം നമുക്ക്. നമ്മളെ വചനം ഈ ഹൃദയത്തിലാവണമെങ്കിൽ എനിക്ക് വേണ്ടി ഇതെല്ലാം ജനിച്ചു എന്ന് നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെ ഹൃദയത്തിൽ കൊണ്ടുവരണം. ഇതിൽ പ്രവാചകൻ്റെ ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ്. ഇന്നത്തെ ബൈബിൾ വായന അതാണ്. എൻ്റെ ദൈവം എന്താണ് ഈ അമ്മയുടെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതം എന്ത്? അത് നിറവേറട്ടെ നമ്മ പ്രാർത്ഥിക്കും. അത് നിറവേറേണ്ടിയുണ്ട്, ഇല്ലേ? അത് നിറവേറണം. അതാണ് ഈ വചനത്തിൽ. ഇത് അമ്മയുടെ കൂടി വചനം കടന്നു പോകണമുണ്ട്. അത് അമ്മയിൽ കൂടി തന്നെ കടന്നു പോകും. എല്ലാ വചനവും അമ്മയിൽ കൂടി കടന്നു പോട്ടെ. ദൈവഹിതം എന്താണ് അത് നിറവേറട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. എല്ലാത്തിനും ഉത്തരം കിട്ടണമെങ്കിൽ പ്രാർത്ഥിക്കണം, ഇല്ലേ മക്കളെ? പ്രാർത്ഥിക്കണം. എൻ്റെ ഗൾഫിൽ ഇരിക്കണ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇനി മെയിനായി പ്രാർത്ഥിക്കുന്നത്. ഇത് യുദ്ധം. നിങ്ങൾ പേടിക്കേണ്ട മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. എല്ലാവരുടെ ജീവിതത്തിലും യുദ്ധവും പ്രശ്നവും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ യുദ്ധം വന്നപ്പോൾ നമുക്കാണ് ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾ ധൈര്യമായിരിക്കുക. എൻ്റെ മക്കൾക്ക് ഗൾഫിൽ ഇരിക്കുന്ന മലയാളികൾക്ക് ഒന്നും ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. നിങ്ങളെ കുടുംബം, തിരുക്കുടുംബമായ കുടുംബം, നിങ്ങളെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുക മക്കളെ. ആരെയും നോണ നിങ്ങൾ കേൾക്കല്ലേ മക്കളെ? എൻ്റെ ചെല്ല മക്കളെ, ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കല്ലേ. നിങ്ങളെ ഭാര്യ, നിങ്ങളെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ സ്നേഹമായിരിക്കുക. നിങ്ങളെ അമ്മ, അപ്പൻ, നിങ്ങൾ അവർ പറയണ അനുസരിക്കുക, ബഹുമാനിക്കുക. യുവജനങ്ങളെ, നിങ്ങൾ നന്നാ പഠിക്കുക മക്കളെ, നല്ല പഠിക്കുക. പഠിത്തമാണ് രക്ഷ മക്കളെ. നമ്മളെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ മക്കളെ പഠിക്കണമെന്നുള്ള ചിന്തയൊക്കെ മക്കളെ നിങ്ങൾ വിചാരിക്കുക. എനിക്ക് പഠിക്കണം, എനിക്ക് ഇന്നതാവണം, എനിക്ക് കളക്ടറാവണം, എനിക്ക് ഇന്നതാവണം, എനിക്ക് IAS എടുക്കണം, എനിക്ക് IPS എടുക്കണം എന്നൊക്കെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞു. അമ്മ പറയും പോലെ അമ്മയ്ക്ക് അമ്മയാവണം, പ്രവാചകയാവണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്, അല്ലേ? അത് വേറെ ആരെങ്കിലും ഹൃദയത്തിൽ നിന്ന് വന്നോ? ഇല്ല. അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് അമ്മയ്ക്ക് ഇതൊക്കെ ആവണമെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അത് ദൈവഹിതത്തിന് വേണ്ടി അമ്മ വിട്ടിരിക്കുകയാണ്. അമ്മ പ്രാർത്ഥിക്കുകയാണ്. അതൊക്കെ ആവണമെങ്കിൽ അതാര്? ദൈവത്തിൻ്റെ ഇടപെടൽ വേണം. ദൈവം കൂടെ ഉണ്ടായിരിക്കണം. അമ്മ പ്രാർത്ഥിക്കേണ്ടിയുണ്ട്. പ്രാർത്ഥിക്കണം. ഒരമ്മയായി തീർന്നാൽ എൻ്റെ മക്കൾ തന്നെ അത്, നാട് തന്നെ അത് സ്വീകരിക്കും.
അതെല്ലാം കാണാൻ പറ്റുന്ന കാഴ്ചകൾ തന്നെയാണ്. എൻ്റെ ചെല്ല മക്കളെ, എൻ്റെ യൂട്യൂബ് എല്ലാ മക്കളും കാണും. ഇപ്പോൾ 2 ദിവസം കൊണ്ട് യൂട്യൂബിലൊക്കെ എൻ്റെ മക്കളെല്ലാം സബ് ഷെയർ ഇതെല്ലാം ഒക്കെ നിങ്ങൾ കൊടുക്കണുണ്ട്, കൈ കൊടുക്കണുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം മക്കളെ. നിങ്ങളൊക്കെ എനിക്ക് ഷെയർ തരും മക്കളെ. എൻ്റെ ഫോണിൽ ഒന്നുമേ ആരും ഇടണില്ല. അമ്മയ്ക്ക് അത് അത്ര ഇങ്ങനെ സങ്കടത്തിൽ അമ്മ ഇങ്ങനെ ഫോൺ നോക്കുമ്പോഴാണ് ഇന്ന് 2 ദിവസം കൊണ്ടുള്ളതിൽ എനിക്ക് നല്ലതായിട്ട് ഷെയർ കിട്ടുന്നുണ്ട്. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം കൈ കൊടുക്കുക. എനിക്ക് ഷെയറും ഇതെല്ലാം നിങ്ങൾ എനിക്ക് കൈ തരിക. നിങ്ങൾ അതെല്ലാം കൊടുക്കുകയും മക്കളെ, യുവജനങ്ങളെ, എൻ്റെ മക്കളെ, നിങ്ങളെ ഞാൻ എല്ലാവരെയും വിളിക്കണം. എൻ്റെ ഫോണിലെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ സന്തോഷമായിരിക്കണേ മക്കളെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയാണ്. എൻ്റെ മക്കൾ നന്നായി പഠിക്കണം, എല്ലാ മക്കളും നന്നായി പഠിക്കണം. എൻ്റെ സ്വന്തം മക്കളോട് പറയും പോലെ എൻ്റെ നാട്ടിലെല്ലാ മക്കളോട് ഞാൻ പറയണം, പഠിക്കണം മക്കളെ. പഠിച്ച് നല്ല നിലയിലാവണം. പഠിത്തം നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരണതാണ്. അത് ആരെയും മോട്ടിച്ചെടുക്കാൻ പറ്റൂല. നമ്മൾ സത്യസന്ധമായി പഠിച്ചാൽ നമുക്കത് ദൈവം അനുഗ്രഹങ്ങൾ തരേ ഉള്ളൂ മക്കളെ. നിങ്ങൾ നന്നായി പഠിക്കണം. നിങ്ങൾക്ക് ശരീരസുഖം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ മക്കളും, യുവജനങ്ങളെല്ലാം ഒന്നും ചെയ്യാതിരിക്കണം മക്കൾ, പഠിക്കണം മക്കളെല്ലാം. എക്സസൈസ് ചെയ്യണം മക്കളെ. എൻ്റെ മക്കൾക്ക്, എൻ്റെ മോന് 10 വയസ്സായുള്ളത്. ഇതിൽ യൂട്യൂബിൽ ഒരു അമ്മ നൈറ്റ് ചെയ്തിട്ടൊരു കൊച്ച്, അത് എൻ്റെ കൊച്ച് തന്നെ. അപ്പോൾ ആ കൊച്ച് എപ്പോഴും പറയും, എനിക്ക് വയ്യ അമ്മ, എനിക്ക് വയ്യ, എനിക്ക് ഷോൾഡർ വേദന, എനിക്ക് കാൽമുട്ട് വേദന. അപ്പോൾ ഓരോ ദിവസം കൊണ്ട് അവൻ പറയാണ്, എവിടെ പോകുമ്പോൾ പൈസ വേണം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോയിട്ട് എല്ലാം ടെസ്റ്റ് ചെയ്ത് വരാം, പക്ഷേ പണം വേണം. അപ്പോൾ ഞാൻ അങ്ങനെ മടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആൻറ്റീരോട്, അപ്പുറത്ത് ആൻറ്റീരോടൊക്കെ പറയും എന്നെ കൊണ്ടുപോകണില്ല, ആശുപത്രി കൊണ്ടുപോകണില്ല. അപ്പോൾ അവരും ചോദിക്കണം, നീ എന്ത് കൊച്ച് ഓരോ ദിവസം കൊണ്ടേ വയ്യെന്ന് പറയണല്ലോ എനിക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നലെ നമ്മൾ മാർത്താണ്ഡത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ എല്ലാ ടെസ്റ്റും ചെയ്തു. പക്ഷേ അവന് ഒരു കുഴപ്പമില്ല മക്കളെ. അതാണ് മക്കളെ, അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് ഒരു കുഴപ്പമില്ല. എക്സസൈസ് എടുക്കാത്തതിൻ്റെ കുറവാണ്. അതുപോലെയാണ് നാട്ടിൽ എല്ലാ മക്കളോടും മക്കളെ, ദേഹം വേദന എല്ലാവർക്കും ഉണ്ട് മക്കളെ, മുട്ടുവേദന എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എക്സസൈസ് ചെയ്യുക മക്കളെ. അവിടെ ഇരുന്നുകൊണ്ടേ അമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ മോനോട് ഞാൻ നന്നാ പറയും ഡോക്ടറെ, എക്സസൈസ് ചെയ്യാൻ. അവൻ കേൾക്കൂല, തിന്ന് ഇങ്ങനെ ഇരിക്കും. അമ്മ കൊടുക്കാറുണ്ട്. അമ്മ ഇനി എന്നും കൊടുക്കുമോ മക്കളെ? നിങ്ങൾക്കെന്നും അമ്മ തരുമോ? ഇല്ല, എന്നും അമ്മ ഇരിക്കില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക മക്കളെ. ഈ അമ്മ പറയണ അനുസരിക്കുക മക്കളെ. ശരീരസുഖമാണ് ഏറ്റവും വലിയ സുഖം. അതില്ലാത്തവന് നമുക്ക് നേടാൻ പറ്റൂല മക്കളെ. നിങ്ങൾക്ക് ശരീരസുഖം വേണോ? എക്സസൈസ് എടുക്കുവിൻ. എല്ലാ മക്കളും നാട് മൊത്തം നിങ്ങൾ എക്സസൈസ് ചെയ്യും, ഓടിച്ചാടി നിങ്ങൾ പഠിക്കും. ബുദ്ധി വളരും മക്കളെ, ബുദ്ധി വളരും. അമ്മ പറഞ്ഞു തരികയാണ്. ഒന്നും അറിഞ്ഞൂടാത്ത അമ്മയാണ്. പക്ഷേ നിങ്ങൾക്ക്, എൻ്റെ മക്കളായി വിചാരിച്ച് ഞാൻ പറയാണ്, വീട്ടിലെ എല്ലാ മക്കളും എക്സസൈസ് എടുക്കും. വയസ്സായ അമ്മ തൊട്ട് എല്ലാവരും എടുക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് കൊഴുപ്പ് കയറി അടിഞ്ഞടി നമുക്ക് പല പ്രശ്നങ്ങളും വരും, രോഗം വരും. ആ കൊച്ചിൻ്റോടി പറയാണ് അവൻ എക്സസൈസ് എടുക്കൂല. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് ആ കൊച്ചിൻ്റോടെ ഡോക്ടർ പറയാണ് ചെറിയൊരു നീരുണ്ട്. അതെന്താന്ന് കേട്ടോ നീര് വരാൻ കാരണം? അവൻ അനങ്ങൂല. എൻ്റെ മോൻ തന്നെ, പക്ഷെ അനങ്ങൂല. പറഞ്ഞാൽ അമ്മ പറയണമെന്ന് പറയും. അമ്മ എന്നും ഇരുന്ന് പറഞ്ഞു കൊടുക്കും. അമ്മ പറയും, മക്കളെ നീ സ്കൂളിൽ പോകുമ്പോൾ ചാട്. അമ്മ ചാടുമ്പോൾ ഒന്ന് ചിരിക്കും, അയ്യോ അമ്മ ചാടണം, ഓടണം, ഡാൻസ് കളിക്കണം, അത് ചെയ്യണത്. അമ്മയുടെ സുഖത്തിന് അമ്മയ്ക്ക് ഈ യൂട്യൂബിൽ പറയണ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. കണ്ട അമ്മ നേരത്തെ വണ്ണം വെച്ചിരുന്നു, രോഗിയായിരുന്നു. അമ്മയ്ക്ക് കുഷ്ഠരോഗമായിരുന്നു. അമ്മ ഭയങ്കര വണ്ണമായിരുന്നു. ഈ വണ്ണം അമ്മ എത്രമാത്രം കുറച്ചു എന്ന് നിങ്ങൾ നോക്കി. കണ്ട, ഇതൊക്കെ എൻ്റെ ഭർത്താവ് ഗൾഫിൽ ഇരിക്കുമ്പം ഓരോ ഫോട്ടോ ഒരു വർഷത്തിനിരിക്കാൻ ഓരോ ഫോട്ടോ എടുക്കും. അങ്ങനെ ആയെന്ന് പറയുമ്പോൾ അയക്കണ ഫോട്ടോയാണ് മക്കളെ. എൻ്റെ ചെല്ല മക്കളെ, ഒരു രോഗവും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. കൂടുതൽ എണ്ണ പലഹാരങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്ന വ്യക്തികളാണ്. പഴവർഗ്ഗങ്ങൾ ശരിക്കും കഴിക്കുന്ന വ്യക്തികളാണ്. ഡോക്ടർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക മക്കളെ. രോഗമൊന്നും ഇല്ലയെന്ന് അറിയുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. എൻ്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ രോഗം ഇല്ലാന്ന് പറയുകയും ചെയ്തു. എൻ്റെ മോന് ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ നീ എക്സസൈസ് എടുക്കും മക്കൾ, അതിൻ്റെ ഒരു കുറവുണ്ടെന്ന് ഞാൻ പറയും. പക്ഷേ അവൻ അത് കേട്ടോ ഇല്ല. അവൻ വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ അറിയാമെന്നുള്ളവരാണെങ്കിൽ വിളിച്ച് ചോദിക്കുന്നത്, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു. എൻ്റെ മോനോട് പറഞ്ഞാൽ അവൻ കേൾക്കൂല. അവന് പലഹാരങ്ങൾ കഴിച്ച് അങ്ങനെ ഇരിക്കും. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പലഹാരമാണ്. അവന് പഴവർഗ്ഗമൊന്നും അവന് അത്ര താല്പര്യമില്ല. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം എക്സസൈസ് എടുക്കും. രോഗം പകുതി മാറ്റി വയ്ക്കാൻ പറ്റും. അമ്മ പറയുകയാണ്, എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളെ നല്ലതിന് വേണ്ടി പല രോഗങ്ങൾ മാറും. എക്സസൈസ് ചെയ്യണ ഒരു വ്യക്തിക്ക് ശ്വാസം മുട്ട്, പല തലവേദനകൾ, പല പ്രശ്നങ്ങൾ മാറും മക്കളെ. തലവേദന ഉള്ള മക്കൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യും. മണ്ടയൊക്കെ ഒന്ന് തടവി വിടും. എല്ലാവരും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി കഴിക്കും. അവർക്കും എല്ലാ രോഗവും മാറട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വയറ്റിലിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലങ്ങൾ, കൊളസ്ട്രോൾ, കൊഴുപ്പടിക്കണത് എല്ലാത്തിനും ഉത്തരമുണ്ട് മക്കളെ എക്സസൈസിൽ. എൻ്റെ ചെല്ല മക്കളെ, നാട് ഉണരുവിൻ. എൻ്റെ ചെല്ല മക്കളെ, ഗൾഫിലിരിക്കണ മക്കളെ, നിങ്ങളും അത് ചെയ്യുവിൻ മക്കളെ. കൂടുതൽ ജോലി ചെയ്യാതിരിക്കണ മക്കളുണ്ടോ? ജോലി ഒരുപാട് ചെയ്യണം. ഗൾഫിലിരിക്കണ മക്കൾ അത് ചെയ്യണ്ട. ഒരുപാട് ജോലി ചെയ്യാതെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്ന മക്കളുണ്ടോ? നിങ്ങളെല്ലാം ഒരു കഷ്ണം വെളുത്തുള്ളിയൊക്കെ കഴിച്ച് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യും മക്കളെ. ശരീരസുഖമാണ് ഏറ്റവും വലുത് മക്കളെ. അതിനേക്കാളും വലിയൊരു സ്വത്തുണ്ടോ? ഇല്ല മക്കളെ, ഇല്ല. അതിനേക്കാളും വലിയൊരു സ്വത്തില്ല. നിങ്ങൾ ആ കുടുംബത്തെ നോക്കണം മക്കളായിരിക്കണം, തിരുക്കുടുംബം. അതേപോലെ നിങ്ങൾ നല്ല സന്തോഷമായിരിക്കണം.
അമ്മയുടെ കുടുംബത്തിന് സന്തോഷമുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അടിക്കാത്ത ഭർത്താവ് എന്നെ യൂട്യൂബിൽ ഇങ്ങനെ കയറി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അടിച്ചു. പക്ഷെ അമ്മ ക്ഷമിച്ചു. എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ വന്നു. പിണങ്ങിയിട്ട് വീട്ടിൽ പോയി പിന്നെ അമ്മയ്ക്ക് വന്ന് ചേരാൻ പറ്റുമോ? ഒരിക്കലും ചേരാൻ പറ്റില്ല മക്കൾ. അതുകൊണ്ട് പൊമ്മക്കൾ ഭർത്താവിനെ പെട്ടെന്ന് അറിഞ്ഞിട്ട് പോകരുത്. കുടുംബം അറിഞ്ഞിട്ട് പോയാൽ പിന്നെ ചേരാൻ പാടാണ്. ആളുകൾ പറഞ്ഞു കൊടുക്കും, നീ അവളതിനെ കൂട്ടരുത്, അവളങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കും. സ്വത്തും പകയുണ്ടെങ്കിൽ വേറെ ആരും കൊണ്ടുവച്ച് തിന്നും മക്കളെ. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെ, കുടുംബം ആര് നുണ പറഞ്ഞു തന്നാലും നിങ്ങൾ കേൾക്കരുത്. കുടുംബം നിങ്ങൾ സന്തോഷമായിരിക്കുക, തിരുക്കുടുംബമായിരിക്കുക. ആരെ നുണയും നിങ്ങൾ കേൾക്കരുത്. ഗൾഫിൽ ഇരിക്കുന്ന മക്കൾ ചിലപ്പോൾ പണം അയക്കണമെന്നൊക്കെ അസൂയ കൊണ്ട് ഓരോന്ന് അതും പറയും. മക്കളെ, നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ പണം ഉണ്ടാക്കുന്ന നിങ്ങളെ കഴിവാണത്. അത് ആര് നുണ പറഞ്ഞാലും നിങ്ങളത് കേൾക്കരുത്. ആ കുടുംബത്തെ സ്നേഹിക്കുക, നിങ്ങളെ മക്കളെ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരും. എൻ്റെ ചെല്ല മക്കളെ, രോഗിയായിരിക്കുന്നവർക്ക് തലവേദന, മാനസികമായ പ്രശ്നങ്ങൾ, വിഷമം, കണ്ണീര്, കരച്ചിൽ. കണ്ണീരില്ലെങ്കിൽ ജീവിതം ഇല്ല മക്കളെ. കരയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും ദൈവ അനുഗ്രഹം ഉള്ളതായി തീർന്നത്. ദൈവം നമ്മളെ കൂടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കരയണം മക്കളെ. നമ്മൾ കരയണം, നമുക്ക് വിഷമം ഉണ്ടാവണം. ഇപ്പം കുരിശിൻ്റെ പീഡനങ്ങളാണ്. നമ്മളെ ഹൃദയത്തിൽ ദൈവം വരണം. ദൈവമുണ്ടെങ്കിലേ നമുക്ക് ഹൃദയത്തിൽ ദൈവം വന്നാലേ നമ്മളെ കണ്ണീര് തുടയ്ക്കാൻ ദൈവമുള്ളൂ. ഹൃദയത്തിൽ വരണം വചനമായ ദൈവം. അതിനെ നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളുണ്ടാകും. നിൻ്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് നിന്നെ ദൈവം താങ്ങിക്കൊള്ളും മക്കളെ. അത്രയ്ക്ക് നല്ല ശക്തമായ വചനമാണ്. ദൈവം താങ്ങണവനാണ്. കല്ലിൽ തട്ടാതെ താങ്ങണത് ദൈവമേ താങ്ങൂ. മനുഷ്യരാണെങ്കിൽ തട്ടുമോ? അവരാണെങ്കിൽ വേണമെങ്കിൽ അവളിത്തിരി തട്ടി വേണം വിഴട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ദൈവം താങ്ങാനുണ്ട്. നമുക്ക് ആരുമില്ലെങ്കിൽ ദൈവമുണ്ട്. നമുക്ക് മനുഷ്യരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. പിന്നെ സ്നേഹം, അത് ഹൃദയത്തിൽ നിന്ന് വരണയാണ് മക്കളെ. സ്നേഹം ഹൃദയത്തിൽ നിന്ന് വരണയാണ്. അല്ലാതെ നമുക്ക് ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല മക്കളെ. അവരവർ കരയുമ്പോൾ അവരവരുടെ രോഗത്തിന് ചിലപ്പോൾ അവരവരേ ഉള്ളൂ. സ്നേഹം ഉണ്ടെങ്കിലേ പല കാര്യങ്ങളും നടക്കുമോ മക്കളെ. സ്നേഹം, നിങ്ങൾ അടുത്ത റൂമിലിരിക്കുന്നവരോടെല്ലാം സ്നേഹമായിരിക്കുക. ഒന്ന് പറഞ്ഞാലും നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഒന്ന് വഴക്ക് പറഞ്ഞാലൊന്ന് ക്ഷമിക്കുക. എൻ്റെ ചെല്ല മക്കളെ, വചനം ഹൃദയത്തിൽ വരുമ്പം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരും. എല്ലാ മക്കളും കരുണയുടെ സഹായം ചെയ്യുക. ഈ ഒരു മാസവും നമുക്ക് ദൈവത്തോട് കരുണയായിരിക്കാം. ദൈവത്തിനെ ഒരു തെറ്റും ചെയ്യാതെ ക്രൂശിലേറ്റി, ഒരു തെറ്റും ചെയ്യാതെ പീഡനങ്ങൾ കൊടുത്ത്, ഒരു തെറ്റും ചെയ്യാതെ വേദനകൾ കൊടുത്ത്, മക്കളെ കാർത്തുപ്പി കല്ലെറിഞ്ഞു രക്തം ചിന്തി നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ ആ ദൈവത്തിലൂടെ നമുക്ക് കരുണയായിരിക്കാം. ദൈവത്തിന് കൊടുക്കാനുള്ള സഹായം ദൈവത്തിന് കൊടുക്കുക തന്നെ വേണം മക്കളെ. അപ്പോൾ നമുക്ക് 100 ഇരട്ടി 500 ഇരട്ടി ഒക്കെ ആയിട്ട് നമുക്ക് നമ്മളെ മടിയിൽ ദൈവം കുലുക്കി തരും മക്കളെ. അത് സത്യമാണ്. ഈ വചനം സത്യമാണ് മക്കളെ. എല്ലാ മക്കളും കരുണയുടെ സഹായം ചെയ്യുക. എല്ലാ മക്കളും നോയമ്പെടുക്കുക. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. എല്ലാ മക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും വരട്ടെ. അമ്മ പറഞ്ഞത് ഇതൊക്കെ നടക്കുമോ, ഇതെല്ലാം വരുമോ എന്നാലും നമുക്ക് നാട് കാത്തിരിക്കാം. ഇതെല്ലാം കാണാം, ഇതെല്ലാം പ്രാർത്ഥിക്കുകയാണ് അമ്മ. ഇതെല്ലാം നടക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വേറെ ഒന്നും അമ്മയ്ക്ക് പറയാനില്ല, പ്രാർത്ഥിക്കുകയാണ്. അമ്മ പറയണത് അതുപോലെയൊക്കെ നടക്കും എന്ന് അമ്മയ്ക്ക് വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾക്കും അത് കാണണ്ടേ? നിങ്ങൾക്ക് ആ രോഗം മാറണ്ടേ? നിങ്ങൾക്ക് മക്കളെല്ലാവർക്കും മക്കൾ കിട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ എക്സസൈസ് മെയിൻ മക്കളെ. നിങ്ങളത് ചെയ്യുക മക്കളെ. എൻ്റെ ചെല്ല മക്കളെ, എൻ്റെ മക്കളോടെ പറയും പോലെ ഞാൻ നിങ്ങളോടെയും എൻ്റെ നാട്ടിൽ എല്ലാ മക്കളോടെയും പറയാണ്. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങൾ സങ്കടപ്പെടേ വേണ്ട. നിങ്ങൾ കരയണ മക്കളുണ്ടോ? നിങ്ങളടുത്താണ് ദൈവം കൂടുതൽ സ്നേഹം മക്കളെ. കണ്ണീര് തുടയ്ക്കുവാൻ ദൈവമുണ്ട് മക്കളെ. നമ്മളെ താങ്ങുവാൻ ദൈവമുണ്ട്. നമ്മളൊന്ന് വീഴുമ്പം താങ്ങുവാൻ ദൈവമുണ്ട്. നമ്മളെ വഴി നടത്തുവാൻ ദൈവമുണ്ട്. ദൈവമില്ലാതെ നമുക്ക് വേറെ ആരുമേ ഇല്ല മക്കളെ. ഹൃദയത്തിൽ ദൈവത്തെ കൊണ്ടുവരാം. ദൈവം എന്നുള്ള സ്നേഹത്തെ കൊണ്ടുവരാം. നമ്മൾ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനും അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ കൊടുക്കാം മക്കളെ. അവരോട് സ്നേഹമായിരിക്കാം. നമ്മൾ ദേഷ്യം നമുക്കൊന്നിനും ഒരു പരിഹാരമല്ല. ആണോ? ഇല്ല. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമുള്ള കുടുംബമായി തീരാൻ അമ്മ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേർന്നുകൊണ്ട് അമ്മ നിർത്തുകയാണ്.